ഓവൻ ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളി ചിക്കൻ ബൺ ഉണ്ടാക്കിയാലോ, അതും അരമണിക്കൂറിൽ. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക, 1 സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഉപ്പും 1 സ്പൂൺ ഓയിലും 1/2 സ്പൂൺ ഈസ്റ്റും ഒരിത്തിരി പാലും കൂടി ചേർത്ത് കൊടുക്കുക, ഇളം ചൂടുള്ള പാല്. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ട് കുഴച്ചെടുത്താൽ മതി. എന്നിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. ഇനി ഫില്ലിങ്ങിനായിട്ട് ഒരു പാനിലേക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പച്ചമുളകൊക്കെ മാറി വരുന്ന സമയത്ത് കുറച്ച് സവാള, ഒരു 1-1.5 സവാളയൊക്കെ ഉണ്ടാവും, അരിഞ്ഞിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ വേവിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്നൊരു സമയമുണ്ടല്ലോ, ആ സമയമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. നല്ലോണം വഴന്ന് ഇതുപോലെ മിക്സ് ആയിട്ട് വരണം. ഇത്രയേ ഉള്ളൂ, ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കുന്നത് വരെ മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ഈ ഒരു ബണ്ണിനുള്ള മാവ് റെഡി ആയിട്ടുണ്ടാവും. കുറച്ച് പൊടിയൊക്കെ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അധികം കട്ടി കുറയാതെ വേണം പരത്തിയെടുക്കാനായിട്ട്. ഇനി ഇതിനുള്ളിലായിട്ട് ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുക്കുക. ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് മടക്കിയിട്ട് മെല്ലെ ഒന്ന് അമർത്തി കൊടുക്കുക ഈ ഒരു ഷേപ്പിൽ. ഇനി ഇതിൻ്റെ 2 സൈഡിൽ നിന്നും ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒന്ന് ചുരുട്ടി കൊടുത്താൽ മതി. നമ്മൾ ബണ്ണിനൊക്കെ ചെയ്യില്ലേ, അതുപോലെ ഇത് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളത് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ എഡ്ജ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചും കൂടി കൊടുക്കണം, ഇല്ലെങ്കിൽ വെന്ത് വരുന്ന സമയത്ത് തുറന്നു പോവും. ഇനി ഞാൻ വെറുതെ ഒരു ഭംഗിക്കായിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റേതും കൂടി ചെയ്തെടുക്കുക. എന്നിട്ടൊരു പാത്രത്തിൽ ഒരു തട്ട് വെച്ച് കൊടുക്കുക. അതിന് മുകളിലായിട്ട് വേറൊരു പ്ലേറ്റിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ബണ്ണ് വെച്ച് അടച്ചിട്ട് ഒരു 10 to 15 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഇതുപോലെ തിരിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ബണ്ണ് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഇനി ഓവനില്ല, എയർ ഫ്രയർ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ബണ്ണ് ഉണ്ടാക്കാനൊന്നും ആരും മടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഫോളോ ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്.